ശേ, നാശം പിടിച്ചവൻ. അവനിപ്പോ എന്നെ വിളിച്ചിരുന്നു. അവന് നീ പഠിക്കുവാണോന്ന് അറിയണം പോലും. അവൻ അമ്മേനും വിളിച്ചോ? ശല്യം സഹിക്കാൻ പറ്റാത്തോണ്ട് ഒരുപാട് പഠിക്കാണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞത്. അതും ഇതും പറഞ്ഞിരിക്കാൻ നീ എത്രയും പെട്ടെന്ന് അവനെ ഒഴിവാക്കാൻ നോക്ക്. ആ അർജുൻ അറിഞ്ഞാലുണ്ടല്ലോ, അത് നിനക്കറിയുവോ? അമ്മ അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. 5 വർഷത്തെ ബന്ധല്ലേ, നിശ്ചയം വരെ ഉറപ്പിച്ചതല്ലേ. എന്ന് വെച്ച് നീ അവനെ കെട്ടാൻ പോകുവാണോ? ആ അർജുൻ നല്ലൊരു പുളിങ്കൊമ്പ. വലിയ വീടും കാറും ഒക്കെ ഉണ്ടവന്. പോരാത്തിന് പഠിത്തം കഴിഞ്ഞ ഉടനെ അമേരിക്കയിൽ ജോലി. അതൊക്കെ 5 വർഷത്തെ പ്രേമം പറഞ്ഞ് നീ കൊണ്ട് തൊലക്കരുത്. അമ്മ ഇതെല്ലാം എനിക്കറിയാം. എന്ന് കരുതി എടി പിടിന്ന് ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ല. അതിന് കുറച്ച് സമയം വേണം. എത്രയും പെട്ടെന്ന് കളയുന്നു അത്രയും നല്ലത്. എനിക്കതേ പറയാനുള്ളൂ. ആ വിവേകേട്ടാ, അവിടെ എന്തിനാ? എടാ എനിക്ക് നിന്റെ ലാപ്പ് ഒന്ന് വേണമായിരുന്നു. അയ്യോ ഞാൻ അത് കാർത്തൂൺ കൊടുത്തു പോയല്ലോ. എടാ അത് പുതിയ ലാപ്പല്ലായിരുന്നോ? എടാ നീ ഇപ്പം തന്നെ ക്യാഷായിട്ടും സ്വർണ്ണമായിട്ടും കുറേ അവൾക്ക് കൊടുത്തിട്ടില്ലല്ലേ? പോരാത്തതിന് പുതിയ ഐഫോണും അത് EMI-യിൽ. അവളെ എൻ്റെ പെണ്ണല്ലേ ചേട്ടാ, അവൾക്കൊരാവശ്യം വരുമ്പോൾ ഞാനല്ലേ ഉള്ളൂ. പിന്നെ അടുത്ത മാസം ഞങ്ങളുടെ വിവാഹ നിശ്ചയ. എടാ അതൊക്കെ ശരി തന്നെ, പക്ഷേ ഈ കല്യാണത്തിന് മുന്നേ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് എനിക്കൊന്നും ശരിയായിട്ട് തോന്നണില്ല. എന്താ എൻ്റെ കാർത്തൂൺ ഇട്ടിട്ട് പോകുന്നാണോ പറയണേ? എൻ്റെ ചേട്ടാ, അവൾക്ക് ഞാനില്ലാതെ പറ്റത്തില്ല. അത്രയ്ക്ക് ഇഷ്ടം അവൾക്ക് എന്നെ. എനിക്കിപ്പോൾ എന്നേക്കാളും വിശ്വാസം ഇപ്പം അവളെ. നിധി, ഞാൻ ഒരു കാര്യം പറഞ്ഞു കേൾക്കൂ. പറ. ഈ സ്പോർട്സ് ഒക്കെ നല്ലതാ, പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നീ എങ്ങനെയും ഒരു ഗവൺമെൻറ് ജോലി സെറ്റാക്കോ. എൻ്റെ കഴുത്തിൽ താലി കിട്ടുമ്പോൾ നീ ഒരു ജോലിക്കാരനാവണമെന്ന് എൻ്റെ ആഗ്രഹം. ഇതുവരെ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ട് തന്നെ ഉള്ളൂ. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് വല്ലായിരിക്കല്ലേ? എന്താ ചേട്ടാ, എന്ത് പറ്റി? എടാ ഞാൻ പറയുന്നത് കേക്ക്. ആ പറ. അവൾ നിന്നെ പറ്റിച്ചോണ്ടിരിക്കുക. അവൾക്കൊരു കല്യാണത്തിന് വന്നായിരുന്നു. അതായത് സ്വർഭിച്ച പോലെ തന്നെയാണ്. നിർത്തണോ? ഒരക്ഷരീനെ അവളെ പറ്റി പറഞ്ഞോണ്ടല്ലോ. ചതിക്കാനോ? അതും അവള്. ചേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊടുത്ത് വേറെ ഒന്നും വിളിപ്പിക്കില്ല. പോവാൻ നോക്ക്. ഞാൻ പോക്കോളാം, പക്ഷെ നീ ഇതൊന്ന് കാണും. ഇതാരാ ഞാൻ പോക്കോളാം. എടോ, ഇത് അവളുടെ ഫ്രണ്ടോ റിലേറ്റീവോ അങ്ങനെ ആയിരിക്കും. നീയൊക്കെ അവൾ വിശ്വസിച്ചോണ്ടിരുന്നു. അവസാനം ഇവിടെ കിടന്ന് കരയരുത്. ഞാൻ പറയുന്നത് കള്ളാണ്, നീ എന്നെ തല്ലിക്കോ. പക്ഷെ ഇത് നീ അവളോട് ചോദിക്കണം. എനിക്ക് പറ്റുമെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വാ. അർജുൻ മരിക്കും എന്നൊക്കെ പറയുന്നേ. നീ മരിച്ചു കഴിഞ്ഞ പിന്നെ എനിക്കാരാ? ഇനി നീ എന്നോട് മിണ്ടണ്ട. വേണ്ട, എന്നെ നീ വിളിക്കണ്ട. നീ എന്തൊരു ഒലിപ്പീരാവും, ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത പോലെ. വെറുതെ അതും ഇതും പറഞ്ഞ് അവനെ വെറുപ്പിക്കല്ലേ. ഈ കല്യാണം എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടട്ടെ. അത് നടക്കും അമ്മേ. പെണ്ണ് കാണലേ കഴിഞ്ഞിട്ടുള്ളൂ. കല്യാണം വരെ ഇത് മറ്റാരും അറിയരുത്. ആ ചെറുക്കനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ. ഇത് ആരും അറിയത്തില്ല. ആ നിതിനൊരു മണ്ടനാ. അവൻ ഇതൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ UK പറഞ്ഞിട്ടുണ്ടാവും. കാർത്തു, നിന്നെ ആരോ പെണ്ണ് കാണാൻ വന്നെന്നും നിന്റെ വിവാഹം ഉറപ്പിച്ചെന്നൊക്കെയാണല്ലോ ഇയാൾ പറയണേ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ എന്നെ ഒരിക്കലും ചതിക്കില്ലെന്നറിയാം. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ. ഈ ഫോട്ടോയിൽ കാണുന്ന നിന്റെ ഫ്രണ്ടോ റിലേറ്റീവോ അല്ലേ? പറ കാർത്തു, എനിക്ക് നിന്റെ നാവി തന്നെ അറിയണം. അയാൾ പറയുന്നതൊക്കെ സത്യമാണ്. എൻ്റെ വിവാഹം ഉറപ്പിച്ച ഇനി മേലെ എന്നെ കാണാൻ വരരുത്. എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ നിശ്ചയമല്ലേ? വിടടാ, എന്റെ മോളെ വിടാൻ. ഇവിടുന്ന് അറിയിക്കോണം. ഒരു പ്രേമവും കോപ്പും രണ്ടാളും ഇപ്പൊ ഇവിടുന്ന് അറിയിക്കോണം. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇറങ്ങടാ.
എവിടെയും പോയാൽ പറയുകയില്ല, ഫോൺ വിളിച്ചെടുക്കുമോ അതും ഇല്ല. എന്തിനാ കരയുന്നേ? എന്താ കാര്യം? എന്താ പറ്റിയ? എടാ ഇവനെന്താ പറ്റിയത്? എന്തിനാ കരയുന്നത്? എടാ നീ എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നത്? കരയാതെ എന്താ കാണുന്ന നീ പറ. അങ്ങനെ എന്തിനാ കരയുന്നത്? എൻ്റെ അമ്മ ആ പെണ്ണുവിനെ പറ്റിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അവക്കാളെ കല്യാണം ഉറപ്പിച്ച് ചോദിക്കാൻ ഞങ്ങളെ വിളിച്ച് അത് പുറത്താക്കുകയും ചെയ്തു. ഇത് വന്നിട്ട് കരയുന്ന കരയാതെ കരയാതെ. മോനെ എന്ത് കിടപ്പാടായത്? എഴുന്നേക്ക്. എൻ്റെ വാ. ഇന്നത്തെ ദിവസം നീ ഒരു വാ കഴിച്ചതല്ലോ. നീ എഴുന്നേറ്റ് വാ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ ഇപ്പോഴും അവളെ ഓർത്തിരുന്ന് കരയാണോ? നിന്നെ വേണ്ടാത്തവളെ എന്തിനാടാ നിനക്ക്? കണ്ണടച്ച അവളുടെ മുഖം വരുന്നത് ഞാൻ എങ്ങനെ മറക്കും അവളെ? ഞാൻ ഒന്ന് വിളിച്ചിട്ട് പോലും അവൾ ഫോൺ എടുക്കുന്നില്ല. അവൾ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ എനിക്ക് അവളില്ലാതെ പറ്റില്ല അമ്മ. ആരാ ഈ പാതിരാത്രിക്ക്? ഓ, ഈ തള്ളയർ എന്തിനു ഉറക്കവും ഇല്ലേ? ഹലോ ഹലോ ജയന്തി. അതെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. മോന് വക്കാലത്തുമായിട്ട് വന്നാണെങ്കിൽ ഫോൺ ഇപ്പോഴേ കട്ട് ചെയ്തു. കഴിഞ്ഞ മാസം വരെ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ്. നിങ്ങൾക്കത് ഭയങ്കര താല്പര്യമായിരുന്നു. അവസാനം എൻ്റെ മകനും നിങ്ങളുടെ മകളുമായുള്ള കല്യാണം വരെ പറഞ്ഞുറപ്പിച്ചതാ. എന്നിട്ടിപ്പോ എൻ്റെ മോനും ഞാനും നിങ്ങൾക്ക് ഒരു ശല്യമല്ലേ? കാര്യം നിങ്ങളുടെ ഭാഗത്തായിരിക്കും ന്യായം എന്ന് വെച്ച് എൻ്റെ മോന്റെ ഭാവി എനിക്ക് നോക്കണ്ടേ? അല്ല, നിങ്ങളുടെ മോൻ എൻ്റെ മോളെ ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമ്പോൾ അവൻ സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ലാതെ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുവാണോ? അവൾ അടുത്തുണ്ടോ? കാർത്തിയാണ് ഉണ്ടെങ്കിൽ അവൾക്ക് ഫോണൊന്ന് കൊടുത്തേ. എന്തിന്? അവളോട് എന്തിനാ നിങ്ങൾ സംസാരിക്കുന്നേ? അവൾക്ക് നിങ്ങളോട് ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ല. അതെ, എൻ്റെ മോൻ ഇതുവരെ യാതൊരു വക കഴിച്ചിട്ടില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ മോളെ അവന് കെട്ടിച്ചു കൊടുക്കൊന്നും വേണ്ട. അവൻ വിളിക്കുമ്പോ ജസ്റ്റ് ഫോണൊന്നും എടുക്കാൻ അവളോട് പറ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച് പറഞ്ഞു തീർക്കട്ടെ. തവളോടൊരു ഭീഷണി. കാർത്തൂടി, എനിക്ക് നീലത പറ്റത്തില്ലടി. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നീ എന്തൊക്കെ പറഞ്ഞിട്ടും ഞാൻ പിന്നെ നിന്റെ പുറകെ വരുന്നത്. നീ ഇങ്ങനെ കരഞ്ഞു കാണിച്ചാൽ ഞാൻ സെന്റിയായി പുറകെ വരുന്നോന്ന് വിചാരിക്കണേ? നിന്റെ ഈ കോപ്രായം കാണുമ്പോൾ എനിക്ക് ചിരിയെ വരണേ. എനിക്ക് നീലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല മോളെ. വിട്. ദേ എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, അത് ശരിയാണ്. പക്ഷേ എനിക്ക് എന്റേതായ ചോയ്സ് ഉണ്ട്. അതാണ് അർജുൻ. ആദ്യം മറ്റുള്ള ചോയ്സ് എന്താന്ന് ബഹുമാനിക്കാൻ പഠിക്കും. നീ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ശരി, എനിക്ക് ഇനി പഴയ പടി ആവാൻ പറ്റില്ല. മരിക്ക് അവിടെ നിന്ന് പോവാൻ നോക്ക് പ്ലീസ്. അങ്ങനെ പറയല്ലേടി. 5 വർഷമായി നമ്മൾ സ്നേഹിച്ചിട്ട് കഴിഞ്ഞ 1 മാസം കൊണ്ടല്ല നീ ഇനി നകന്നത്. എനിക്ക് അതുപോലും സഹിക്കാൻ പറ്റുന്നില്ല. ദേ എന്റെ അമ്മ ഇപ്പൊ വരും. വന്നാൽ അറിയാലോ, നിന്നെ ചെരുപ്പൂരി അടിച്ചിറക്കും ഇവിടുന്ന്. അത് വേണ്ടെങ്കിൽ ഇറങ്ങിക്കോ നീ ഇപ്പോ ഇവിടുന്ന്. അതിന്റെ കാല് പിടിക്കാടാ. പോ പ്ലീസ് ഡി. പോ. അതിന്റെ കാല് പിടിക്കാടി. എന്താടാ ഇത്? നീ ഇവിടെ കാല് പിടിക്കുന്നു? സ്നേഹത്തെ പണം കൊണ്ട് അളക്കുന്നവളാ അവള്. ഇങ്ങനത്തെ എൻ്റെ മോന് വേണ്ട. എനിക്ക് അത്രക്ക് ഇഷ്ടമാകുമ്പോ അവളെ. അവളിലേക്ക് ചത്ത് കളയെ ഞാൻ ചാവും അമ്മ. കുറെ നാളായി അവൻ പറയുന്നു ചാവും ചാവുന്ന്. അല്ല ചാവടത്തേണ്ടി ബാക്കിയുള്ളതിനെ കുറിച്ച് സമാധാനം കിട്ടട്ടെ. ഇനി എൻ്റെ മോനെ കുറിച്ചൊരു അക്ഷരം നീ മിണ്ടിയാല നിന്റെ ഈ നാവ് ഞാൻ അരിഞ്ഞെടുക്കും. നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, നിന്റെ കയ്യിലിരിക്കുന്ന ഫോണ്, ലാപ്ടോപ്പ്, ഇതെല്ലാം എൻ്റെ മോൻ വാങ്ങിച്ചു തന്നതാ. അവന്റെ പണം കൊണ്ട് നീ കൊഴുത്ത് കഴിഞ്ഞപ്പോഴ് അവനേക്കാൾ പണമുള്ള വേറൊരുത്തിനെ കണ്ടപ്പോഴ് നിനക്കിപ്പോ അവനെ മതി. എന്നിട്ട് ഇവൻ ചാവട്ടെന്ന് അല്ലേ? ഇതുപോലത്തെ വൃത്തികെട്ടുകൾ എനിക്ക് വേണ്ട മോനെ. ഒരിക്കലും ഇവിടെ നിന്നെ അറിയിക്കുന്നത്. നീ വാ പോകാം. മോനെ, എൻ്റെ മക്കളിനെ അവളെ ഓർത്തിരുന്ന് കരയരുത്. എൻ്റെ മോനെ നല്ലൊരു പെണ്ണിനെ അമ്മ കണ്ടെത്തരൂടാ. പണം മാത്രം കണ്ട് സ്നേഹിക്കാത്ത പെൺപിള്ളേർ ഒരുപാടുണ്ടോ നമ്മുടെ നാട്ടിൽ.
നീ വിഷമിക്കണ്ട. എനിക്ക് വിശക്കുന്നു അമ്മ, കഴിക്കാൻ തരും എന്താ? എടുത്തുരാടാ. അമ്മ എനിക്കൊന്ന് വാരി തരാമോ? തരാടാ. കഴിക്കും. ഹലോ മോനെ. എങ്ങനെയുണ്ട് പോവാൻ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ അവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഇന്ന് അവൻ എൻ്റെ കൈകൊണ്ട് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടാണ് പോയി കിടന്നുറങ്ങിയത്. അല്ല അമ്മ, എനിക്കതൊന്നും ഇത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. എന്താടാ? അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഇപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിപ്പോ. ഇപ്പോൾ കിടക്കാനാണെങ്കിലും അവനെ തനിച്ചാണ് കൂടെ നിൽക്കണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അമ്മ ഇപ്പം തന്നെ അവൻ്റെ റൂമിലേക്കും ചെന്നോ.